So we are discussing the orthonormality as well as linear independence. So linear independent നമുക്കറിയാം ഒരു സംഗതി വേറൊരു സംഗതികളുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡൻസി ഇല്ലാതിരിക്കണമെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് കോൺസ്റ്റന്റ് 0 ആവണം. അതായത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് കിട്ടാൻ പാടില്ല. ഒരു ഫംഗ്ഷനോ എന്തോ ആയിക്കോട്ടെ, വെക്ടറോ. സോ ഒരു the vectors belonging to an orthonormal set are അതെന്തായാലും ഷുവർലി എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സെറ്റ് are necessarily or surely linearly independent. തിരിച്ചു പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഐ ജെയും ഐ ജെ കെ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ? ഐ ജെ കെ ആരെങ്കിലും പറയൂ? ഐ ജെ കെ യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ് വൈ സെഡ് ആക്സിസുകൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ? ആരെങ്കിലും കേൾക്കില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പലപ്പോഴും ഇത് വളരെ ബേസിക് കണ്ടീഷൻ ആയതുകൊണ്ട് ഫണ്ടമെന്റലി ആരും എപ്പോഴും അത് പറയൂല. പക്ഷെ വി ഷുഡ് ഓൾവേസ് ബോദർ അബൌട്ട് ദാറ്റ്. ഈ ഐഡിയ വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ലീനിയർ ഇൻഡിപെൻഡൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ അതൊരു ബേസിക് റിക്വയർമെന്റ് ആയിട്ട് വരും. പല കാര്യങ്ങളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആവണം. നമ്മൾ അതിനെ പറ്റി എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. ഇതിന്റെ അപ്പൊ ഇത് മനസ്സിലായോ? ഓർത്തോനോർമൽ സെറ്റ്, ഇത് വൈജെക്കെ ഓർത്തോനോർമൽ സെറ്റ് ആണ്. അതുകൊണ്ട് അത് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, തിരിച്ചു പറയാൻ പറ്റുമോ? അപ്പൊ ഐ ജെ കെ, ഫോർ എക്സാമ്പിൾ ഐ ജെ കെ ഒരു സെറ്റ് ഐ ജെ കെ നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ്, ഇത് ഓർത്തോനോർമൽ സെറ്റ് ആണ്. അതുകൊണ്ട് ദിസ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഐ ഈക്വൽ ടു 2j എന്നോ അല്ലെങ്കിൽ ഐ ഈക്വൽ ടു 3j + 4k എന്നോ അങ്ങനെയൊന്നും എഴുതാൻ പറ്റൂല. ഐനെ ജെയിലും കെയിലും ടേംസിൽ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ജെയിനെ ഐയിലും കെയിലും ടേംസിൽ എഴുതാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ടൈംസ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റൂല. ഇനി തിരിച്ച് പറയാൻ പറ്റുമോ? ഇത് ഐഡിയ ക്ലിയർ ആണോ? ഹലോ, ഇത് നോർമലി നിങ്ങൾ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ആരെങ്കിലും മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോഴേ. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഈ ഇങ്ങനത്തെ ഐഡിയകൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം എപ്പോഴും. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നിങ്ങളത് കുറെ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടാവും ചെയ്യും. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകും. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കണം അത്. ഇത് ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയോ? The vectors belonging to an orthonormal set are surely linearly independent. ഇനി തിരിച്ചു പറയാൻ പറ്റുമോ? ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണെങ്കിൽ ഓർത്തോനോർമൽ ആയിരിക്കുമോ എല്ലായ്പ്പോഴും? Suppose you are given a linear independent vectors. Is it always orthonormal? ഹലോ, നിങ്ങൾ ആരും ഒന്നും പറയണില്ലല്ലോ.
ആരെങ്കിലും ഒന്ന് പറയുമോ? എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക്, നിങ്ങൾക്ക് എവിടെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലാണ് എനിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. റിവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ട്രൂ ആവണമെന്നില്ല. ഓക്കെ, റിവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ അത് ഓർത്തോനോർമൽ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിലല്ല, ഷുവറായിട്ടും അതിനെ ഓർത്തോനോർമൽ ആക്കാൻ പറ്റും. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അത് നിങ്ങൾ ഡിഗ്രിക്കും BSc കോംപ്ലിമെന്ററിക്കും ഇവിടെ മാത്തമാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ആ ടെക്നിക്കിന് എന്താ പറയാ? ഓർത്തോ നോർമലൈസേഷൻ ടെക്നിക് എന്നാണ് പറയാ. അതിന്റെ ഒരു ടെക്നിക്ക് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതാ? ഈ സംഭവങ്ങൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. സംഭവം നിസ്സാരാണ്, പക്ഷെ അത് നമുക്കത് എപ്പോഴും അതിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി വേണം. IJK സെറ്റ് അത് ഓർത്തോനോർമൽ സെറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, I.J = del IJ എന്നുള്ള ക്രോണിക്കൽ ഡെൽറ്റ വെച്ചിട്ട് നമുക്ക് എഴുതാം. J.K എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. അത് ട്രൂ ആയിരിക്കും എപ്പോഴും. ഓർത്തോഗണലാണ്, നോർമലൈസ്ഡും ആണ്. അതുകൊണ്ട് അത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ I = 2J എന്നോ 2J + 3K എന്നോ അങ്ങനെയൊന്നും എഴുതാൻ പറ്റൂല. അങ്ങനെ എഴുതാൻ പറ്റിയാൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആയി. ഒരെണ്ണം മറ്റതിന്റെ കോൺസ്റ്റന്റ് ടൈംസ് ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഡിപെൻഡന്റ് ആണ്. വെറുതെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഞാൻ 2 വെക്ടർ വരയ്ക്കുകയാണ്. ഇതൊരു വെക്ടർ, ഇത് വേറൊരു വെക്ടർ. ഓക്കെ, വെക്ടർ A, വെക്ടർ B. ഇതിനെ വെക്ടർ A, വെക്ടർ B എന്ന് വിളിച്ചാൽ ഈ 2 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? ഇത് 2 വെക്ടേഴ്സ്, വെക്ടർ Aയും വെക്ടർ Bയും. വെക്ടർ A ആൻഡ് വെക്ടർ B. ഇത് ലീനിയർലി ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ. അപ്പോൾ ഉത്തരം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? ഒരെണ്ണത്തിനെ മറ്റേതിന്റെ കോൺസ്റ്റന്റ് ടൈംസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു വെക്ടർ, ഇത് വേറൊരു വെക്ടർ. ഇത് C, വെക്ടർ C, ഇത് വെക്ടർ D. ഇത് ലീനിയർലി ഫസ്റ്റ് കേസ്, സെക്കൻഡ് 2 കേസ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഏതാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ്, ഏതാണ് ലീനിയർലി ഡിപെൻഡന്റ്? ഈ സെക്കൻഡ് കേസിൽ നോക്കിയാൽ സിമ്പിൾ ആണ് അല്ലേ? ഈ രണ്ടാമത്തെ വെക്ടറിനെ നമുക്ക് ഫസ്റ്റ് വെക്ടറിന്റെ D = നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ D = ഒരു കോൺസ്റ്റന്റ് ടൈംസ് C എന്ന് വേണമെങ്കിൽ എഴുതാം. ശരിയല്ലേ? എന്റെ ഡയറക്ഷൻ ഒന്നും മാറ്റില്ലേ, രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് D = K ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു C എന്ന് എഴുതാം. അപ്പൊ അതെന്തായി? ഇത് ലീനിയർലി ഇതെന്തായി? ഇത് ഡിപെൻഡന്റ് ആണ്. ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് അല്ലേ വ്യത്യാസമുള്ളൂ സിയും ഡിയും തമ്മിൽ. സോ ലീനിയർലി ദിസ് ഈസ് ഡിപെൻഡന്റ്. ഇത് ഈ ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് ടൈംസ് എ എന്നോ ഒക്കെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇത് ഇൻഡിപെൻഡന്റ് ആണ്. സെയിം മാഗ്നിറ്റ്യൂഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാട്രിക്സ് വഴിയൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് മാട്രിക്സ് അല്ല, കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, സോ ദീസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് കേസിൽ ഇത് ഓർത്തോനോർമൽ ആണോ? ഓർത്തോനോർമൽ ആണോ? നോർമലൈസ്ഡ് ആണോ? അല്ല. നോർമലൈസ്ഡ് തന്നെയല്ല. ഓർത്തോഗണൽ ആണോ? അതുമല്ല. ഇത് തമ്മിൽ സ്കലർ പ്രൊഡക്റ്റ് എടുത്താൽ 0 ഒന്നും കിട്ടൂല, എയും ബിയും തമ്മിൽ. ഓക്കെ, അപ്പൊ ഇത് അതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ, റിവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അത് ഓർത്തോനോർമൽ ആവണമെന്നില്ല. പക്ഷെ ഓർത്തോനോർമൽ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. ij ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ്. എക്സ് വൈ സെഡ് ആക്സിസുകളൊക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ്. അങ്ങനത്തെ വെക്ടേഴ്സ് കൊണ്ടാണ് നമ്മളൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് കൊണ്ടാണ് നമുക്ക് ഒരു സ്പേസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ കേസിൽ ഇതിൽ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ നോട്ട് ഓർത്തോനോർമൽ. നീഡ് നോട്ട് ബി ഓർത്തോനോർമൽ. പക്ഷെ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ടെക്നിക്ക് പഠിച്ചിരിക്കണേ? ഇങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഓർത്തോനോർമലൈസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് പല ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഗ്രാം സ്മിത്ത് അല്ലേ? ഓർത്തോനോർമലൈസേഷൻ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങള്? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. പണ്ടൊക്കെ ഇത് സിലബസിൽ ഉണ്ടായിരുന്നു. BSc കോംപ്ലിമെന്ററിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നിങ്ങൾ MSc പ്രീവിയസിൽ MSc ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടുണ്ടാ? പഠിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് വളരെ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സിന്റെ കേസിലോ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസിന്റെ കേസിലോ ഒരു സെറ്റ് ഓഫ് മാട്രിസസിന്റെ കേസിലോ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ അങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ UGC നെറ്റിനോ ഒക്കെ വരാൻ വേണമെങ്കിൽ വരില്ല. ഇത് ചിലപ്പോൾ വരില്ല, കാരണം ഇത് അത്ര സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെറ്റിനെ നമുക്ക് ഓർത്തോനോർമലൈസ് ചെയ്യാൻ പറ്റും. So one of the technique is Gram-Schmidt orthonormalization. Okay, അപ്പോൾ ഒരു n ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് n ഓർത്തോനോർമൽ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് അറിയാവുന്നുള്ള ഇതിൽ ഞാൻ സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിൽ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യണം. അറിയാത്തവരുണ്ടെങ്കിൽ അപ്പൊ അത് 2-3 കേസിൽ ചെയ്യണം. വെക്ടേഴ്സിന്റെ കേസിൽ ചെയ്യണം, മാട്രിസസിന്റെ കേസിൽ ചെയ്യാം, പിന്നെ ഫങ്ഷൻസിന്റെ കേസിൽ ചെയ്യാം, പല കേസിൽ ചെയ്യാം ഓർത്തോനോർമലൈസേഷൻ. ഈ ഐഡിയ ക്ലിയർ അല്ലേ? ഓർത്തോനോർമാലിറ്റി ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ലീനിയർലി ഇൻഡിപെൻഡൻസ്. ഓക്കെ, അടുത്തത് നമുക്ക് what is basis or bases and dimensions.
bases and dimensions. Okay, എപ്പോഴാണ് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സിന് ബേസിസ് എന്ന് പറയാം? ഇപ്പൊ ഞാൻ നമ്മളെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ഐ ജെ കെ, ഒരു സെറ്റ് ഓഫ് ഐ ജെ കെനെ നമുക്ക് ബേസിസ് എന്ന് പറയാം. ബേസിസ്, ബേസിസിന്റെ പ്ലൂറലാണ് ബേസസ്. ഓക്കെ, അപ്പൊ ഐ ജെ കെയില് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം. സോ ഐ ജെ കെനെ ബേസിസ് എന്ന് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾ വരയ്ക്കുന്ന ഏത് വെക്ടറിനെയും, എനി വെക്ടർ എ can be written in terms of ijk. അതായത് ഇങ്ങനെ എഴുതാം, a1 into i, അല്ലെങ്കിൽ എന്താ പറയാ, a1 into i plus a2 into j plus a3 into k എന്ന് എഴുതാം അല്ലേ? ഇത് ഏത് വെക്ടറിനും ചെയ്യാം. നിങ്ങൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരയ്ക്കുന്ന ഏത് വെക്ടറിനെയും നമുക്ക് ഇതുപോലെ ഐ ജെ കെയുടെ ടേംസിൽ എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഐ ജെ കെ ഷുഡ് സ്പാൻ എ സ്പേസ്. ഒരു സ്പേസ് ഫോം ചെയ്യണത്. ഈ ഐ ജെ കെയുടെ റിപ്പീറ്റേഷൻ കൊണ്ട്, ഐ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എക്സ് ആക്സിസ് ഉണ്ടാവും, ജെ റിപ്പീറ്റ് ചെയ്താൽ വൈ ആക്സിസ് ഉണ്ടാവും, കെ റിപ്പീറ്റ് ചെയ്താൽ ഇസഡ് ആക്സിസ് ഉണ്ടാവും. ആ മൂന്ന് എക്സ് വൈ ഇസഡ് ആക്സിസും കൂടെ നമുക്കൊരു സ്പേസിനെ സ്പാൻ ചെയ്യണം, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഐ ജെ കെനെ ബേസിസ് എന്ന് പറയാം. ഐ ജെ കെ ഈസ് നോൺ ആസ് എ ബേസിസ്. രണ്ട് കാര്യങ്ങളാണ്. ഐ ജെ കെ ഷുഡ് സ്പാൻ എ സ്പേസ്, then any vector in the space can be expressed in terms of ijk. സോ ഇതേ ഐഡിയ തന്നെ നമുക്ക് ഇവിടെയും ലീനിയർ വെക്ടർ സ്പേസിൽ ഇതേ ഐഡിയ തന്നെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഐഡിയയിൽ നിന്നാണ് ഇവിടേക്ക് വരണമെന്ന് മാത്രം കേട്ടോ. തിരിച്ചാണ് വരുന്നത്, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആണ് മാത്രം. ഓക്കെ, so consider a set of vectors. നമുക്ക് അതിനെ v1 v2 etc. v1 v2 etc. vn ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. എല്ലാ വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ സെറ്റ് ഒരു സ്പേസിനെ സ്പാൻ ചെയ്യും. ദിസ് വിൽ സ്പാൻ എ സ്പേസ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ any vector drawn in the space can be expressed as a linear superposition of these elements. അതായത് ഈ സ്പേസിൽ നിങ്ങൾ ഒരു വെക്ടർ എക്സ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞായിക്കോട്ടെ, വെക്ടർ എക്സ് ഈക്വൽ ടു നിങ്ങൾക്കൊരു ഇവിടെ എഴുതിയൊരു സൂപ്പർ പൊസിഷൻ ആണ്. ഇത് ലീനിയർ സൂപ്പർ പൊസിഷൻ ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു ഐ പ്ലസ് കോൺസ്റ്റന്റ് ഇൻറ്റു ജെ പ്ലസ് കോൺസ്റ്റന്റ് ഇൻറ്റു കെ. അതൊരു ലീനിയർ അതിനെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ഈ എക്സിനെ അല്ലെങ്കിൽ എനി വെക്ടറിനെ ഈ സെറ്റ് v1 v2 etc. vn span a space if any vector drawn in the space
or any element in the space, any general element in the space can be written as a superposition of v1 v2 etc vn. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം, സം ഓവർ ഐ ഈക്വൽ ടു 1 to n ഒരു കോൺസ്റ്റന്റ് എ ഐ ഇൻറ്റു വി ഐ എന്ന് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ we say that this set is span a space. Okay, ഇത് ക്ലിയർ ആണോ? ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 etc vn സ്പാൻ എ സ്പേസ്. എപ്പോഴാണ് നമ്മൾ ഒരു സ്പേസ് സ്പാൻ ചെയ്തു എന്ന് പറയാ? ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാവുക. എനി വെക്ടർ, ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജെ കെ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ സമ്മേഷൻ കൊടുത്ത് എഴുതിയത്, ഇതുപോലുള്ള ഒരു എക്സ്പ്രഷൻ തന്നെ. ഇവിടെ നമുക്ക് സമ്മേഷൻ കൊടുത്ത് എഴുതാൻ പറ്റും. u1 u2 u3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ കൊടുത്ത് എഴുതാം. ഇവിടെ ഐനെ u1, ഇതിനെ u2, ഇതിനെ u3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സം ഓവർ ഐ എ ഐ യു ഐ എന്ന് ഇവിടെ എഴുതാൻ പറ്റും. സം ഓവർ ഐ ഈക്വൽ ടു 1 2 3. ഇത് മനസ്സിലായില്ലേ? ഇതിനെ നമുക്ക് u1 u2 u3 എന്ന് വിളിക്കുകയാണെങ്കിൽ, u1 u2 u3 എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? സം ഓവർ ഐ ഈക്വൽ ടു 1 2 3 എ ഐ യു ഐ എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ. എ ഐ ഒരു കോൺസ്റ്റന്റ്, യു ഐ നമ്മുടെ ബേസ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ലീനിയർ വെക്ടർ സ്പേസിൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ നമുക്ക് ഒരു സ്പേസ് സ്പാൻ ചെയ്തു എന്ന് പറയാം. എപ്പോഴാണ് പറയാ? എനി എലമെന്റ് ഇൻ ദ സ്പേസ് ക്യാൻ ബി റിട്ടൺ ആസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് ദ വെക്ടേഴ്സ് ഇൻ ദ സെറ്റ്. ഓക്കെ, ഇനി ഈ സെറ്റിനെ നമുക്ക് ബേസിസ് എന്ന് വിളിക്കാം. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ if they are linearly independent. ഈ സെറ്റ് മൊത്തം v1 v2 etc vn അത് മൊത്തം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ that set is known as basis. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഐ ജെ കെ ഒരു ബേസിസ് ആണ്. ബേസിസ് സെറ്റ്, ബേസിസിന്റെ ഒരു സെറ്റ് ആണ് ഐ ജെ കെ. കാരണം ഐ ജെ കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. മാത്രമല്ല എനി വെക്ടറിനെ നമുക്ക് ഐ ജെ കെയുടെ ടേംസിൽ എഴുതാനും പറ്റും. സോ ദിസ് ഈസ് ഐ ജെ കെ ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് ബേസിസ്. സോ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ v1 v2 എക്സെട്ര vn ഒരു ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി ഈ ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഈ ഐ ജെ കെ നമുക്കുണ്ടല്ലോ, എത്ര രീതിയിൽ ചൂസ് ചെയ്യാം നമുക്ക് ഐ ജെ കെ. ഇപ്പൊ ഇതൊരു, ഞാനിപ്പോ ഇങ്ങനെ വരയ്ക്കാം, എക്സ് അല്ല, ഇത് വൈ, ഇത് എക്സ്, ഇത് 3 ആക്സിസ്. ഓക്കെ, ഇതൊരു ഓപ്ഷൻ, ഐ ജെ കെയുടെ ഒരു ഓപ്ഷൻ ആണത്. ഇത് വേണേ ഞാൻ മാറ്റി വരയ്ക്കാം. ഓക്കെ, 3 ഇത് ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ എത്ര ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്? സാധാരണ ഇതിനെ കുറച്ച് നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വേറൊരു ഡയറക്ഷനിൽ വരയ്ക്കാം. ഇതൊരു ഓപ്ഷനാണ്. ഒരെണ്ണം ഇങ്ങനെ വരച്ചു, അതനുസരിച്ച് ഇത് ഇങ്ങോട്ട് ചരിച്ചു. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് ചരിച്ചു. ഇത് വേറൊരു ഓപ്ഷനാണ്. ഇതും ഒരു എന്ത് തന്നെയാണ്,
ഇതും ഒരു ബേസിസ് തന്നെയാണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേറൊരു ബേസിസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഓരോ ചെറിയ ആംഗിളിലും ഓരോ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മൊത്തം എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരു ഇൻഫിനിറ്റ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ബേസിസിന് വേണമെങ്കിൽ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇൻഫിനിറ്റ് ഓപ്ഷൻസ് ആണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കിയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത് ഒരെണ്ണം, ഇത് ഞാൻ ഇങ്ങോട്ട് നീക്കി, അപ്പൊ ഇതിനെ ഇതിനെ ഇങ്ങോട്ട് നീക്കി അല്ലേ? പല ഓപ്ഷൻസ് ഉണ്ട്, ഇൻഫിനിറ്റ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ബേസിസ് ചൂസ് ചെയ്യാൻ. പക്ഷേ അപ്പൊ ആ ഐഡിയ നമുക്ക് ഇവിടെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? there can be infinite basis. അപ്പൊ ബേസിസിന്റെ പ്ലൂറലാണ് ബേസസ്. ഇൻഫിനിറ്റ് ബേസസ് പോസിബിൾ. ഇൻഫിനിറ്റ് ബേസസ് പോസിബിൾ. ഓക്കെ, ഇൻഫിനിറ്റ് ബേസസ് പോസിബിൾ ആണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ബേസിസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് യു ഫിക്സ് എ ബേസിസ്, അല്ലെങ്കിൽ ഒരു ഗിവൺ പർട്ടിക്കുലർ ബേസിസ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, you fix a basis, then these expansion coefficients are unique. Then AIs അല്ലെങ്കിൽ expansion coefficients are unique. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പൊ നമ്മൾ XY Z ആക്സിസ് എടുത്തു. നമ്മൾ ഇതിൽ ഈ ഇൻഫിനിറ്റ് ചോയ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്തു എന്ന് വെച്ചോ, ഇത് ഒരെണ്ണം അങ്ങനെ ഫിക്സ് ചെയ്തു. വൺസ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വെക്ടർ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾ ഇനി നിങ്ങൾ ഇതിലൊരു എലമെന്റ് അല്ലെങ്കിൽ ഒരു വെക്ടർ ഇതിൽ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ്, അതായത് ഇതിൽ നിന്ന് നമ്മൾ ഈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇതാണ് ഇവിടുത്തെ കോഎഫിഷ്യൻ. സോ ദിസ് ടൈംസ് ഇൻറ്റു ഐ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കോഎഫിഷ്യൻ. സോ ദിസ് ഈസ് A1 ഇൻറ്റു ഐ, ദിസ് ഈസ് A2 ഇൻറ്റു ജെ, അതുപോലെ ഇവിടെ A3 ഇൻറ്റു കെ. ഓരോ ഈ വെക്ടറിൽ നിന്നും ആ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ എടുക്കുക. ആ പ്രൊജക്ഷന്റെ വാല്യൂ ആണ് A1, A2, A3 കോഎഫിഷ്യൻസ്, എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ്. ഓക്കെ, അത് യൂണീക്ക് ആയിരിക്കും, അത് മാറില്ല. ഓക്കെ, അത് മാറണമെങ്കിൽ എന്ത് മാറണം? വെക്ടർ മാറണം. വെക്ടർ മാറിക്കഴിഞ്ഞാൽ A1, A2, A3 മാറും. ഒരു വെക്ടറിന് ഈ A1, A2 നിങ്ങൾ ബേസിസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഇൻഫിനിറ്റ് ചോയ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ബേസിസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അതിന്റെ ഏതെങ്കിലും ഒരു വെക്ടറിന്റെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് യൂണീക്ക് ആയിരിക്കും. ക്ലിയർ ആണോ? വെക്ടർ മാറിക്കഴിഞ്ഞാൽ A1, A2, A3 മാറും, കോഎഫിഷ്യൻസ് മാറും. എന്നല്ലാതെ ഒരു വെക്ടറിന് പല കോഎഫിഷ്യൻസ് ഉണ്ടാവില്ല. ഒരു വെക്ടറിന് ഒരു സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ് ഉണ്ടാവുള്ളൂ, അത് യൂണീക്ക് ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണോ? അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഫോർ എ ഗിവൻ ഫിക്സ്ഡ് ബേസിസ്, ഫോർ എ fixed basis, then expansion coefficients are unique. ക്ലിയർ ആണോ? ഈ ബേസിസിനെയാണ് നമ്മൾ പറയാരെങ്കിലും ക്ലിയർ ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇനി പറഞ്ഞുതരാം.
ക്ലിയർ ആണോ? ആരും ഒന്നും വേണ്ടല്ലോ. ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം കുറച്ചും കൂടെ സ്പീഡിൽ പോവാം. ഓക്കെ, അപ്പൊ ഈ ബേസിസിനെയാണ് നമ്മൾ സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ, ഇവിടെ നമ്മൾ ബേസിസ് എന്നാണ് അതിന്റെ ജനറൽ നെയിം. പക്ഷെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ അതിനെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. കോർഡിനേറ്റ് സിസ്റ്റം, കോർഡിനേറ്റ്സ് എന്ന് പറയും, കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഈ ബേസിസ് ഓർത്തോനോർമൽ ആണെങ്കിൽ, ഓർത്തോനോർമൽ ആവണം, ഓർത്തോനോർമൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയും. ഓർത്തോനോർമൽ ബേസിസ്. ഓർത്തോനോർമൽ ബേസിസിനാണ് ഒരു സ്പേസ് സ്പാൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, സോ ബേസിസ് ഓർത്തോനോർമൽ ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഓർത്തോനോർമൽ ബേസിസ്. ഈ ഓർത്തോനോർമൽ ബേസിസിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ നേരത്തെ എഴുതിയതാണെങ്കിൽ V1 എന്നോ ഓക്കെ U1 എന്നോ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എഴുതും. എന്നിട്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ഇത് ഓർത്തോനോർമൽ ബേസിസിന് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് N. ഓക്കെ, ഈ N എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേസിസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഇവിടെ നമ്മുടെ ഇവിടെ കേസിൽ എത്ര എലമെന്റ് ഉണ്ട്? നമ്മുടെ ഇതിലുള്ളത് N എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇതിലുള്ളത് N എലമെന്റ്സ് ആണ്. അപ്പൊ N ആണ് ഈ ബേസിസിന്റെ ഡയമെൻഷൻ. ഓക്കെ, the number of elements in the basis is the dimension of the space. സോ നമ്മൾ ആ ഡയമെൻഷൻ N എന്നുള്ളത് ഇവിടെ പുറത്ത് അടിയിൽ ഇങ്ങനെ എഴുതും. സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ മുകളിൽ എഴുതിയ എക്സ്പ്രഷനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സെറ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് VI ഓഫ് N എന്ന് വേണമെങ്കിൽ എഴുതാം. സോ ദിസ് ഈസ് ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. VI N സ്ക്വയർ ബ്രാക്കറ്റ് N എന്ന് വേണമെങ്കിൽ എഴുതാം. വെർ N ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ സ്പേസ്. N എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എലമെന്റ് ഉണ്ട് അതാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഐജാക്കയുടെ കേസിൽ എന്തെന്ന് എഴുതാം? ഇതിപ്പോ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇത് ഓർത്തോനോർമൽ ആണ്, IJK ഓർത്തോനോർമൽ ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. IJKനെ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ U1 U2 U3 എന്നല്ല പറഞ്ഞത്. അപ്പൊ അതിനെ വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ UI എന്നിട്ടിട്ട് നമുക്ക് 3 എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം 3 ആണ് ഡയമെൻഷൻ. IJK എന്ന് പറഞ്ഞാൽ U1 U2 U3. സോ UI 3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദിസ് ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ്. IJK ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് എന്നർത്ഥം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ്നെസ്. അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഓക്കെ, കംപ്ലീറ്റ്നെസ് ഓർ ക്ലോഷർ പ്രോപ്പർട്ടി. ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പം മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. ഈ ഓർത്തോനോർമൽ സെറ്റ് കൺസിഡർ ചെയ്യാൻ ഓർത്തോനോർമൽ സെറ്റ് UI എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ N എന്നിട്ടാൽ ഇതൊരു ഓർത്തോനോർമൽ സെറ്റ് ആണ്. ഈ റെപ്രസെന്റേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് എൻ ഓർത്തോനോർമൽ സെറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് കംപ്ലീറ്റ്. ഈ സെറ്റിനെ എപ്പോഴാണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് എന്ന് പറയാം? കംപ്ലീറ്റ്, ഈ സെറ്റ് കംപ്ലീറ്റ് ആണോ ക്ലോസ്ഡ് ആണോ എന്ന് പറയണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ വെക്ടർ സ്പേസിലെ എനി വെക്ടർ എക്സിനെ, ഏത് വെക്ടറിനെയും നമുക്ക് ഈ നേരത്തെ നമ്മൾ എഴുതിയ അതേ എക്സ്പ്രഷൻ
ഈ ബേസിസിന്റെ ടേംസിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ, ഓക്കെ, അതായത് സം ഓവർ ഐ ഈക്വൽ ടു 1 to n ai ui, നേരത്തെ നമ്മൾ എഴുതിയതല്ലത്, ui ആണ് നമ്മുടെ എലമെന്റ്സ്. അപ്പൊ ui കൊണ്ട് നമുക്ക് a1 u1 പ്ലസ് a2 u2 പ്ലസ് a3 അങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറയും ഈ ui എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണെന്ന് പറയും, കംപ്ലീറ്റ് സെറ്റ് ആണ്. അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ്, ക്ലോസ്ഡ് എന്നും പറയും. സോ കംപ്ലീറ്റ്നെസ്, അതായത് ഈ യു ഐ സെറ്റ് യു ഐ എന്ന് പറയുന്നത് ഒരു സ്പേസ് സ്പാൻ ചെയ്യണു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സോ ദിസ് വൺ സ്പാൻ എ സ്പേസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒരു സ്പേസ് സ്പാൻ ചെയ്യണം. സോ നമ്മുടെ ഐ ജെ ഒക്കെ ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ്, കാരണം അതൊരു 3 ഡയമെൻഷണൽ സ്പേസ് സ്പാൻ ചെയ്യുന്നു. നിങ്ങൾ ഏത് വെക്ടർ വരച്ചാലും ഞാൻ ഐ ജെ കെയുടെ ടേംസിൽ അത് എഴുതും. ഓക്കെ, അതുകൊണ്ട് അതൊരു ഐ ജെ കെ ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കംപ്ലീറ്റ്നെസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ആണ്, ബേസിസ് ആണ്. ക്ലിയർ ആണോ? ഈ ഐഡിയ ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ അടുത്ത കാര്യം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. Then we come to the Hilbert space. Hilbert space എന്ന് പറഞ്ഞാൽ it is a unitary space which is complete. Hilbert space എന്ന് പറഞ്ഞാൽ it is a unitary space. യൂണിറ്ററി സ്പേസ് ഇപ്പം എന്താണെന്ന് നമുക്കറിയാം. ലീനിയർ വെക്ടർ സ്പേസിൽ സ്കാലർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്ററി സ്പേസ് ആണ്. സോ ഇഫ് എ യൂണിറ്ററി സ്പേസ് വിച്ച് ഈസ്, നമ്മളിപ്പോൾ മുമ്പ് നേരത്തെ പറഞ്ഞ ഈ കംപ്ലീറ്റ് ആണെങ്കിൽ, സോ ദാറ്റ് ഈസ് എ Hilbert space. Hilbert space is a unitary space which is complete. ക്ലിയർ ആണോ? മിക്കവാറും എവരി ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസും ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും. ഫൈനൈറ്റ് ഡയമെൻഷൻ, ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ പറയാൻ പറ്റൂല, നമുക്ക് അത് മിക്കവാറും ആവില്ല. ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ്, ഓൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസസ് ആർ ഹിൽബർട്ട് സ്പേസ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്പേസ്. Finite dimensional space are complete space, are complete space. Okay, so every finite dimensional unitary space, രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ it is a Hilbert space. Every finite dimensional unitary space is a Hilbert space. Okay, ഇതാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മൾ